ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ടിയാഗോ ഇവിയുടെ സെക്കൻഡ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ബേസ് മോഡലിലേക്ക് വരുന്ന സമയത്ത് 9,06,000 രൂപയാണ് ഇതിന് ഓൺ റോഡ് വേരിയൻ്റ്. ഏറ്റവും ബേസ് മോഡലിൽ എക്സി എന്ന വേരിയൻറ്റിൽ നമുക്ക് മിഡ് റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഈ കിടക്കുന്ന സെക്കൻഡ് വേരിയൻ്റ് എക്സ്റ്റിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മിഡ് റേഞ്ചും വരുന്നുണ്ട്, ലോങ് റേഞ്ചും വരുന്നുണ്ട്. ഇതിൻ്റെ മിഡ് റേഞ്ച് ആണെങ്കിൽ 10,15,000 ഓൺ റോഡ് വരും. ലോങ് റേഞ്ച് വാഹനമാണെങ്കിൽ 11,51,000 രൂപയും ഇതിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഈ മാസം നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളുണ്ട്. ഏകദേശം 70,000 രൂപ ക്യാഷ് ഓഫറും 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസും ലോയൽറ്റി സ്കീമും അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് നൽകിയിട്ടുണ്ട്. മിഡ് റേഞ്ച് വാഹനമാണെങ്കിൽ 250 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. ലോങ് റേഞ്ച് വാഹനമാണെങ്കിൽ 315 കിലോമീറ്റർ കമ്പനി ഈ വാഹനത്തിന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു കളറും കുറച്ച് അട്രാക്റ്റീവാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. നോർമലി വരുന്ന ഹാലൻഡിൻ ടൈപ്പാണ് ഇതിൻ്റെ എല്ലാം യൂണിറ്റ് വരുന്നത്. നല്ല ഗ്ലോസി ഫിനിഷുള്ള ഒരു ഗ്രിൽ യൂണിറ്റ് കാണാം. പുതിയ ലോഗോ നൽകിയിട്ടുള്ളത് കാണാം. താഴ്ഭാഗത്ത് കട്ടിങ്സ് കാണുന്നത് നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് സൈഡ് പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വീൽ കപ്പ് നൽകിയിട്ടുള്ളത് കാണാം. അപ്പോൾ ടയറാണ് വരുന്നത്. 14 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് കൊടുത്തിട്ടുള്ളത്. മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ കാണാം. വേറെ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ക്രോം എലമെൻസോ കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് പോർഷനിലായിട്ട് കമ്പനി കൊടുത്തിട്ടില്ല. നല്ല രസമുണ്ട് ആ ഒരു സൈഡ് പോർഷനിൽ ഡിസൈൻ ചെയ്ത് കാണാൻ. ഈ ഒരു റിയർ പ്രൊഫൈലേക്ക് ഒരു സമയത്ത് ആൻറ്റിന നൽകിയിട്ടുള്ളത് കാണാം. ഡിഫോക്കൽ ആൻഡ് റിയർ വൈപ്പറൊന്നും ഈ ഒരു മോഡലിൽ നൽകിയിട്ടില്ല. ടിയാഗോ ഇവി എന്നൊരു ബ്രാൻഡിങ് കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് 4 ഡോർ പവർ വിൻഡോ കമ്പനി കൊടുത്തിട്ടുണ്ട്. മിറർ ഇലക്ട്രിക്കലി കൺട്രോളിംഗ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് അവൈലബിൾ ആണ്. ആ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തു. ഹർമൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ് ഈ വാഹനം. അത് ഇലക്ട്രിക് വാഹനങ്ങൾ അങ്ങനെ തന്നെ വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്. ആ ഒരു സീറ്റ് കവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് ഫിനിഷിൽ വളരെ നീറ്റായിട്ട് തന്നെ കമ്പനി നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. റിയർ പ്രൊഫൈലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 2 പേർക്ക് വളരെ കംഫർട്ടായിട്ടിരിക്കും. 3 പേരുണ്ടെങ്കിൽ നമുക്ക് യാത്രയും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിക്കാം. കണ്ടോ, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റിയർ പ്രൊഫൈലിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് വരാം. ഡോർ പാഡിലൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ കമ്പനി നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു എഞ്ചിൻ എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് ഞാൻ ഒരു ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, അത്യാവശ്യം അതിൻ്റെ എന്താ പറയുക യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ഹുഡിനുള്ളിൽ പ്ലേസ് ചെയ്താണ്. വേറെ ഇൻസുലേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. അത്യാവശ്യം റേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മിഡ് റേഞ്ച് ആണെങ്കിൽ 19.2 കിലോ വാട്ടും ലോങ് റേഞ്ച് ആണെങ്കിൽ 24 കിലോ വാട്ടുമാണ് നൽകിയിട്ടുള്ളത്. ഒരു 100-110 എണ്ണം ആ ഒരു റേഞ്ചിലുള്ള ടോർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട്. പ്രൈസൊക്കെ തുടക്കത്തിൽ പറഞ്ഞ് കൂടുതലായിട്ട് അറിയാൻ നമ്പറിൽ വിളിക്കാം.